സാർ, നമ്മൾ ഇപ്പോൾ ഒരു ജന്മം എടുത്തിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്കത് എത്രാമത്തെ ജന്മമാണ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ നമുക്കറിയാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. കാരണം വെച്ചാൽ നാഡിയിൽ ഞാൻ കുറച്ചും പറഞ്ഞല്ലോ, നാഡിയിൽ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളെയും ആസ്പദമാക്കിയാണ് നാഡി കൊണ്ടുപോകുന്നത്. അപ്പോൾ നാഡി എത്ര ജന്മമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇത് എത്രാമത്തെ ജന്മത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, കഴിഞ്ഞത് ഏത് ജന്മത്തിലായിരുന്നു, അതെവിടെയായിരുന്നു, ആരുടെ മകനായിട്ടായിരുന്നു എന്നെല്ലാം വ്യക്തമായിട്ടായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നാഡി എന്ന് പറയുന്നത്. നാഡി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മളുടെ ആത്മാവാണ്. ആ ആത്മാവിൻ്റെ സഞ്ചാരങ്ങളിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു ജന്മം എടുക്കുക എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് 3 മാസം കഴിയുമ്പോഴാണ് ആ ജന്മം എടുക്കുക തന്നെ ചെയ്യുന്നത്. അവിടെ തൊട്ട് തുടങ്ങുകയാണ് അയാളുടെ കഷ്ടദുരിതങ്ങളൊക്കെ. കഴിഞ്ഞുപോയ ജന്മങ്ങളുടെ പാപദോഷം ഗർഭപാത്രത്തിൽ തുടങ്ങി അയാൾ പുറത്ത് വന്ന് അയാൾ 12 കാലം ഉണ്ണിയായിട്ടും മറ്റുമായിട്ടൊക്കെ ദോഷമൊക്കെ മാറ്റി ഏറ്റവും അവസാനമാണ് അയാളുടെ പാപദോഷത്തിൻ്റെ പരിഹാരം തേടി അയാൾ നാഡിയുടെ അടുത്തെത്തുന്നത്. അങ്ങനെ ആ നാഡിയുടെ അടുത്തെത്തുമ്പോൾ നാഡി വായിക്കുന്ന വ്യക്തിക്കും കഴിഞ്ഞുപോയ ഒരുപാട് ജന്മങ്ങളുണ്ടാവും. ആ ജന്മങ്ങളും നമ്മൾ അറിഞ്ഞാൽ നല്ലതാണ്. നാഡി ഇപ്പോൾ താങ്കൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അങ്ങക്ക് മുൻജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ മുൻജന്മം ഉണ്ടാവും. കാരണം മുൻജന്മത്തിൽ നമ്മളെല്ലാവരും, അതായത് മരണം എന്ന് പറയുന്നതും ജനനം എന്ന് പറയുന്നതും ഒരേ കാണ്ഡത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. ഇതറിയാത്തവരാണ് നിന്നെ ഞാൻ പിന്നെയും കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇനിയും കാണാനുണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇനിയും ജന്മങ്ങളുണ്ട് അവന്. അതുകൊണ്ടല്ലേ കാണാൻ പറ്റുന്നത്. മരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? അപ്പം മരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് എന്താ? ആത്മാവിനെയാണ്. മരിച്ചുപോയ ആത്മാക്കൾക്ക് ആത്മാവിനെ കാണണമെന്നുണ്ടെങ്കിൽ മരിക്കണം. ദേഹത്ത് വെച്ച് ആത്മാവിനെ കാണാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ആ ജന്മങ്ങളുടെ രഹസ്യം എന്ന് പറയുന്നത്.